ക്രിസ്മസ് ഡേയുടെ തലേ ദിവസം ഞാൻ അടുക്കളയിൽ ഒന്ന് കയറിയിട്ടുണ്ട്. കുറേ നാളിന് ശേഷമാണ് അടുക്കളയിൽ കയറി കുക്ക് ചെയ്യുന്നത്. 16 മണിക്കൂർ ജോലി ചെയ്യുന്ന എനിക്ക് അടുക്കളയിൽ കയറാൻ അധികം സമയമൊന്നുമില്ല. ഇന്ന് വേറെ ചോയ്സ് ഇല്ലാത്തതുകൊണ്ടാണ് ക്രിസ്മസിൻ്റെ തലേദിവസമാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. വർഷത്തിലൊരിക്കലാണ് പപ്സ് ഉണ്ടാക്കുന്നത്, പിന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നത്. അല്ലാതെ എന്നും പണ്ടത്തെ പോലൊന്നും ബിരിയാണിയോ ഒന്നും ഉണ്ടാക്കാറില്ല. അങ്ങനെ ഞാനിവിടെ ബേക്ക് ചെയ്തെടുക്കുവാണ്. ബീഫ് പപ്സാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. പപ്സ് ഉണ്ടാക്കുന്നത് നല്ല ജോലി തന്നെയാണ്. 2 പാക്കറ്റിലുള്ള പപ്പ് ഷീറ്റ് വാങ്ങിച്ച് അതിനകത്ത് നമ്മുടെ ബീഫിൻ്റെ ഫില്ലിങ്ങൊക്കെ നിറച്ച് പപ്സ് അവിടെ റെഡി ആയിട്ടുണ്ട്, ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഷ്രിമ്പ് ബിരിയാണി, മിക്സർ ബിരിയാണി ഉണ്ടാക്കാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് 2 സവാള, പിന്നെ കാഷ്യൂസ്, റേസിൻസ് ഒക്കെ ഞാനിവിടെ ഒരു ഓയിലിനകത്താണ് വറുത്തെടുത്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു പാക്കറ്റിലുള്ള ഷ്രിമ്പ് കൊണ്ടാണ് ഇന്നത്തെ ഇവിടെ മിക്സർ ഷ്രിമ്പ് ബിരിയാണി ഉണ്ടാക്കുന്നത്. മിക്സർ ഷ്രിമ്പ് ബിരിയാണിക്കകത്ത് ഞാൻ എന്തൊക്കെയാണ് ചേർക്കുന്നത് എന്നത് കാണാം. കുക്ക്ഡായിട്ടുള്ള നല്ല രുചിയുള്ള ഫ്രോസൺ ഷ്രിമ്പാണിത്. ഞാനിത് ഹോൾസെയിൽ കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. 2 പൗണ്ടിൻ്റെ ഈ ഒരു പാക്കറ്റ് മുഴുവനും ഞാൻ ഇടുന്നുണ്ട്. ആദ്യം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം ഒലിവ് ഓയിൽ ഒഴിച്ച് അതിലേക്ക് കുറേയേറെ വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, 4 എരിവുള്ള പച്ചമുളക്, പിന്നെ അത് 2 സവാള നല്ലതുപോലെ വഴറ്റിയ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന 3-4 തക്കാളി ഇട്ട് വഴറ്റി. എന്നിട്ട് ഞാനത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടൊന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടി പോവാണ്. എന്നിട്ട് അതേ പാനിലോട്ട് തന്നെ ഈ അരച്ചെടുത്ത ഗ്രേവി ഒഴിച്ചു. ഇതിനകത്ത് നമ്മൾ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ നമ്മുടെ നാടൻ ഗരം മസാലയോ ഒന്നും തന്നെ ചേർക്കത്തില്ല. ഇതിന് പകരം ഞാനിവിടെ നമ്മുടെ പുലാവ് ബിരിയാണി മസാലപ്പൊടിയാണ് ചേർക്കുന്നത്, നമ്മുടെ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി. ഇതിനകത്ത് ഞാൻ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുവാണ്, ഉപ്പ് ചേർക്കുവാണ്. എന്നിട്ട് ഞാൻ ആ മിക്സി കഴിയ ജാറിൽ സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് തിളപ്പിക്കുവാണ്. തിളച്ചതിന് ശേഷം ഞാനിവിടെ മല്ലിയില അരിഞ്ഞതുകൂടെ ചേർത്ത്, പിന്നെ ആ ഒരു പാക്കറ്റിലുള്ള ഷ്രിമ്പും കൂടെ ചേർത്ത് ഇളക്കി അടച്ചു വെച്ച് വേവിക്കുവാണ്. ഈ ഒരു പുലാവ് ബിരിയാണിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല രുചി തന്നെയാണ്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാടൻ ഗരം മസാലകളായ പട്ടയോ ഏലക്കായോ സിന്നമണോ അതൊന്നും ഇടേണ്ട കാര്യമില്ല. ഈ ഒരു ബിരിയാണി മസാല നല്ലൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഉള്ള രുചിയുള്ളൊരു ബിരിയാണി മസാലയാണത്. അതാണ് ഞാൻ എപ്പോഴും എൻ്റെ ബിരിയാണിക്കകത്ത് ഇടാറുള്ളത്. അത് ചോറ് വെക്കുമ്പോഴാണ് അതിനകത്ത് ഞാൻ ചേർക്കുന്നത്. ഇതിനകത്ത് നല്ല എരിവ് തന്നെ ഉണ്ട്. മുളക് പൊടി ഒന്നും തന്നെ ചേർക്കാതെ നമ്മൾ അരച്ച് ചേർത്തത് കൊണ്ട്, പച്ചമുളകൊക്കെ അരച്ച് ചേർത്തത് കൊണ്ട് നല്ല എരിവുണ്ട്. ഇനി ആ ഷ്രിമ്പിൽ നമ്മുടെ മസാലയൊക്കെ ഒന്ന് പിടിക്കണം. ഞാനൊരു 15 മിനിറ്റ് നേരം ആ ഷ്രിമ്പ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുത്തു. ഇങ്ങനെ ഇരിക്കും നമ്മൾ വേവിച്ചെടുത്ത് കഴിയുമ്പോൾ. ഇപ്പോൾ അരപ്പൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്തുനിന്ന് ഷ്രിമ്പ് അങ്ങ് കോരി മാറ്റി വെച്ച് 3 കപ്പ് അരിയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി വെള്ളത്തിലാണ് ഞാനിവിടെ പിന്നെ അതേ പാനിനകത്ത് വെച്ചാണ് ഞാനിവിടെ ചോറും വറ്റിച്ചെടുക്കുന്നത്. പിന്നെ നാരങ്ങ നീരൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആ ഗ്രേവി 1 കപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി 5 കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു. 1 നാരങ്ങയുടെ ജ്യൂസ് ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ആ ബിരിയാണി മസാലയ്ക്കകത്ത് ഉപ്പുണ്ട്. അതിനകത്ത് നല്ല എരിവും ഒക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് നല്ല എരിവുണ്ട്. പച്ചമുളക് അരച്ച് ചേർത്തത് കൊണ്ട്, പച്ചമുളക് എന്ന് പറഞ്ഞാൽ എരിവുള്ള കാന്താരി പോലത്തെ പച്ചമുളകായിരുന്നു അത്. പിന്നെ ഇഞ്ചിയുടെയൊക്കെ നല്ല എരിവുണ്ടല്ലോ. ഇനി ഇതിനകത്താണ് നമ്മുടെ ചോറ് പറ്റിച്ചെടുക്കുന്നത്. ഇങ്ങനെ അരച്ച് ചേർത്ത ഈ ഗ്രേവിക്കകത്ത് നമ്മൾ ചോറ് പറ്റിച്ചെടുക്കുമ്പോൾ നല്ല രുചി തന്നെയാണ്. നമ്മൾ വെറും വെള്ളത്തിൽ വേവിക്കുന്ന പോലെ അല്ല. നമ്മളിങ്ങനെ നമ്മുടെ ഷ്രിമ്പോ ഒക്കെ വെന്ത ആ ഒരു വെള്ളത്തിനകത്ത് വേവിച്ചെടുക്കുമ്പം നല്ല രുചി തന്നെയാണ്. പിന്നെ ഞാൻ ആവശ്യത്തിന് കുറച്ചും കൂടെ ചേർക്കുവാണ്, എരിവൊക്കെ നോക്കി വെച്ച്. ഇനിയും നമ്മുടെ കുങ്കുമപ്പൂവാണ് സ്വല്പം ചേർക്കുന്നത്, വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇതിനകത്ത് നമ്മുടെ സിന്നമണോ പട്ടയോ ഒന്നും തന്നെ ചേർക്കേണ്ട കാര്യമില്ല, എല്ലാം ആ പൊടിക്കകത്തുണ്ട്. ഈ ഒരു പൊടി ഞാനെപ്പോഴും ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഒരുപാട് തരത്തിലുള്ള ഉണ്ടല്ലോ. അങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം ഞാനിവിടെ 3 കപ്പ് ബാസ്മതി റൈസ് കഴുകി വാരി അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ 1 പാക്കറ്റ് നമ്മുടെ ഫ്രോസൺ ക്യാരറ്റ് പീസും കൂടെ ഇതിനകത്തോട്ട് ചേർക്കുവാണ്. അങ്ങനെ ചോറിൻ്റെ കൂട്ടത്തിൽ തന്നെ അതും കൂടെ അവിടെ കിടന്ന് വേവട്ടെ. തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഞാനിവിടെ കുക്ക് ചെയ്തെടുക്കുന്നത്.
അങ്ങനെ ഒരു 3/4 വേവായിട്ടുണ്ട്. ഇനി ഞാനിവിടെ കോരി വെച്ചിരിക്കുന്ന ഷ്രിമ്പും കൂടെ ഇതിനകത്തിട്ട് ഇളക്കാൻ പോവുകയാണ്. പിന്നെ ആവശ്യത്തിനുള്ള നെയ്യ് ചേർക്കുവാണ്. നെയ്യൊക്കെ നല്ല കട്ട പിടിച്ചാണ് ഇരിക്കുന്നത്. ഞങ്ങളുടെ ഇവിടുത്തെ ടെമ്പറേച്ചറൊക്കെ വെളിയിൽ -ആണ്. ആദ്യം ഞാൻ ആ സ്പൂണിൽ നിന്ന് ഇളകി വരുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ പിന്നെ ഈ ഫോണൊന്ന് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടെ ഞാൻ പിന്നെ നെയ്യ് അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഷ്രിമ്പെല്ലാം അതിനകത്ത് ഞാൻ കോരിയിട്ടു. ഇനി ഞാനിവിടെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന നമ്മുടെ പിന്നെ ഈ ഉള്ളി മിക്സും കൂടെ ചേർത്ത് ഇളക്കുവാണ്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ഇതിനകത്ത് ചേർത്തു. നേരത്തെ പപ്സ് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ബീഫിൻ്റെ പൊടിച്ചത് ഉണ്ടായിരുന്നു. അത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് മിക്സ് ചെയ്തു. അതുകൊണ്ട് നല്ല രുചി തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റെ ബാക്കി മിക്സ് നമുക്ക് കളയേണ്ടി വന്നില്ല. മിക്സിനകത്ത് ബീഫും പീസും ക്യാരറ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉള്ളി ഇഞ്ചിയൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഉള്ള നമ്മുടെ ബിരിയാണിക്ക് ചേരുന്ന ഒരു കൂട്ട് തന്നെ ആയിരുന്നു. അതിനകത്ത് പൊട്ടറ്റോ ഇല്ല. അങ്ങനെ ഞാൻ ആ കൂട്ട് ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് അടച്ചു വെച്ച് പിന്നെ നമ്മളിതൊന്ന് പറ്റിച്ചെടുത്താൽ മതി. ഒരു 5 മിനിറ്റ് നേരം കൂടെ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇനിയും അതവിടെ അടുപ്പിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിവിടെ പപ്പടം ഇന്നിവിടെ മുറിച്ചാണ് ഞാനിവിടെ പൊള്ളിച്ചെടുക്കുന്നത്. ഒരു പപ്പടം 2ആയിട്ട് മുറിച്ചതിന് ശേഷം അതിനെ വീണ്ടും 3 പീസാക്കി മുറിച്ചിട്ട് വറുത്ത് കോരിയെടുക്കുവാണ്. ഒലിവ് ഓയിലാണ് ഞാനിത് വറുത്ത് കോരിയെടുക്കുന്നത്. അതാണ് ആ പച്ച നിറം കാണുന്നത്. വേറെ ഓയിൽ എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും ഈ ഒലിവ് ഓയിലാണ് എടുക്കുന്നത്. നമ്മളിവിടെ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഓയിൽ നമ്മൾ ഇന്ന് എന്തെങ്കിലും കാര്യത്തിന് യൂസ് ചെയ്യണം. അപ്പോൾ തന്നെ മീൻ വറക്കാനോ എന്തെങ്കിലും. എനിക്കതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി അത് കളയാനേ പറ്റത്തുള്ളൂ. ഒരിക്കലും നമ്മൾ പപ്പടം വറുത്ത് കോരിയ എണ്ണ വീണ്ടും റീയൂസ് ചെയ്യരുത്. എത്ര കൂടിയ എണ്ണയാണെങ്കിലും അത് യൂസ് ചെയ്യരുത്. ഇനിയിപ്പോൾ എനിക്ക് വേറെ ചോയ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ എണ്ണ കളഞ്ഞു. അല്ലെങ്കിൽ നമ്മളിത് വറുത്ത് കോരിയിട്ട് അന്നേരം തന്നെ അതിനകത്ത് എന്തെങ്കിലും കുക്ക് ചെയ്യണം. ഒരിക്കലും റീയൂസ് ചെയ്യരുത്. അത് ക്യാൻസറിനൊക്കെ വഴിതെളിക്കും. അത് അറിയുന്നത് കൊണ്ടാണ് അത് പറയുന്നത്. അങ്ങനെ പപ്പടങ്ങളൊക്കെ വറുത്ത് കോരി ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ട് വറുത്ത് കോരിയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ ബിരിയാണി ഏകദേശമൊക്കെ റെഡിയാവാറായി. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഐറ്റംസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബായ്. മെറി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബായ്. അങ്ങനെ എൻ്റെ ബിരിയാണി കണ്ടോ. ബാക്കിയൊക്കെ കഴിക്കാൻ നേരെ എടുക്കത്തുള്ളൂ. സാലഡുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. സാലഡ്, പപ്പടം, പിന്നെ അച്ചാറൊക്കെ ഉണ്ട്. ഇതിപ്പം തലേ ദിവസമാണ് ഞാനിത് റെഡിയാക്കി വെക്കുന്നത്. ഇനി പിറ്റേ ദിവസം ഈ നമ്മുടെ ബിരിയാണി പിന്നെ പപ്സും എല്ലാം എടുത്ത് വീണ്ടും ഓവനിൽ വെച്ച് ചൂടാക്കി എടുക്കും. സമയമില്ലാത്തവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാനൊക്കത്തുള്ളൂ. അന്നത്തെ ദിവസമൊന്നും നമ്മൾ വീട്ടിലില്ല ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി. ഇത് കഴിച്ച് പിറ്റേ ദിവസം ക്രിസ്മസിൻ്റെ അന്നും ജോലിക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയൊക്കെ ഫാസ്റ്റായിട്ടാണ് ഞാനിവിടെ തലേ ദിവസം റെഡിയാക്കി വെച്ചത്. താങ്ക്സ് ഫോർ